സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഇപ്പൊ നാട്ടിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്കറിയാം. എങ്കിലും അതിനുവേണ്ടി അവരുടെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ആൾക്കാരുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. എന്നാൽ UK എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് ഒത്തിരി എല്ലാത്തിനും ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സിനിമ ടച്ച് ചെയ്തവരാണ്. രഞ്ജി പ്രത്യേകിച്ച് 3 സിനിമകൾ ഡയറക്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിനോട് അഭിനയിച്ച രണ്ട് സിനിമ ഡയറക്ട് ചെയ്തു. 2 സിനിമ ഡയറക്ട് ചെയ്തു. ഒന്നില് ആക്ടറായിട്ട് അഭിനയിച്ചു, ഫുൾ നായകനായിട്ട് അഭിനയിച്ചു. 819 months അതിൽ നായകനായിട്ട് അഭിനയിച്ചു. അപ്പം UK ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്ത നമ്മൾ എല്ലാവരും തന്നെ ഇപ്പോഴും നമ്മൾ ഈ ഇരിക്കുന്ന തന്നെ എനിക്ക് തോന്നുന്നത് ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് കൊണ്ടാണ്. അപ്പൊ നമ്മളുടെ ഒരു ജേർണി എങ്ങനെയാണ് UK ഒരു സിനിമയിലേക്ക് നിങ്ങളൊക്കെ വന്നത്, എന്താണ് നിങ്ങളുടെയൊക്കെ പ്ലാൻ, ഇതൊക്കെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബിറ്റുവിൽ നിന്ന് അങ്ങേറ്റത്തേക്ക് ബിറ്റുവിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എന്താണ് ബിറ്റു, എങ്ങനെയാണ്, ഇപ്പൊ ആരാണ്, ആക്ട്രസ് ആണ്, അത് നമുക്കറിയാം അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചു ആദ്യം പറഞ്ഞ പ്രൊഫഷണൽ ആക്ട്രസ് ആണ് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയും, ജേർണി എങ്ങനെയാണ്, ബിറ്റു എങ്ങനെയാണ് ഒരു ആക്ട്രസ് ആയത്? ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പം 20 വർഷമായി. അപ്പം വന്നപ്പം തൊട്ട് അന്ന് നമുക്ക് IPTV ഒന്നും ഇല്ല, ഇറ്റ്സ് ഓൾ അബൌട്ട് സാറ്റലൈറ്റ്. അപ്പം ഞാൻ ഈ ഒരു ഷോ നടത്തുമായിരുന്നു ഏഷ്യാനെറ്റിന് വേണ്ടി. ഇവിടുത്തെ മലയാളികളെ ലൂട്ടനിലൊക്കെ പോയി പാട്ട്, അവർക്ക് ഇഷ്ടമുള്ള പാട്ട്, ഫാമിലീസിനെ ഒരുമിച്ചാക്കി ഇഷ്ടമുള്ള പാട്ട് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഷോ ചെയ്യുമായിരുന്നു ഏഷ്യാനെറ്റ് യൂറോപ്പിന് വേണ്ടി. അപ്പം അതൊക്കെ ഇങ്ങനെ വീക്കെൻഡ്സ് അതിനായിട്ട് ഇറങ്ങും, ചെയ്യും. അപ്പം ആങ്കർ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കൊരു മമ്മൂട്ടിയുടെ ഒരു പടത്തിനകത്തൊരു ഓഡിഷൻ ഒരു ഇത് കിട്ടി. അത് വൈറ്റ് എന്ന് പറഞ്ഞു. അത് 2015 അന്നാണ് ആദ്യമായിട്ട് ഞാനൊരു വലിയ സിനിമ സെറ്റിൽ പോകുന്നത്. UK ചെയ്ത സിനിമ. അതിന് മുന്നേ ശ്യാം പ്രസാദ് സാറിന്റെ ഇംഗ്ലീഷിന് വേണ്ടി ഞാൻ ഓഡിഷന് പോയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പം ഇത് നടന്നു, വൈറ്റ് നടന്നു. അപ്പം ഒരു സെറ്റിൽ പോകുന്ന ആദ്യമായിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് അമേസിങ്. ഒരു സെറ്റിൽ കയറി അതൊരു ഭയങ്കര ഒരു ഡ്രഗ് പോലെ. സത്യം, ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും സെറ്റിലെ ഫുഡ് കഴിക്കണം ഇൻടോക്സിക്കേഷൻ പോലായിരുന്നു സത്യം പറഞ്ഞ. അപ്പം എനിക്ക് ഓ മൈ ഗോഡ്, ഐ വോണ്ട് ടു ബി ഓൺ സെറ്റ്, എനിക്ക് സെറ്റിൽ തന്നെ ഇരുന്നാ മതി എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായി പോയി. അങ്ങനെ 2019 ഞാൻ ജോലിയൊക്കെ വിട്ട് ഫുൾ ടൈം പ്രൊഫഷണൽ ആക്ടിങ്ങിന്. അതാണ് പ്രൊഫഷണൽ ആക്ട്രസ് എന്ന് പറയുന്നത്. പ്രൊഫഷണൽ ആക്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, ഫുൾ ടൈം അത് തന്നെ ചെയ്യുക. ലൈക്ക് ഇപ്പം സ്റ്റേജ് നാടകമാണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും പ്രിന്റ് പോസ്റ്റേഴ്സ് ആണെങ്കിലും ഇതെല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് വല്ലതും ഉണ്ടോ? ഇപ്പൊ എന്റെ ഒരു സീരീസ് ഇവിടുത്തെ ചാനൽ 4 മെയ് 30 ഇറങ്ങും. ഇറ്റ്സ് കോൾഡ് വി ആർ ലേഡി പാർട്സ്. അതിനകത്ത് എനിക്കൊരു കോമഡി റോൾ ഉണ്ട് ഒരു എപ്പിസോഡില്. അടിപൊളി. അപ്പം ആക്ടിങ് ഇങ്ങനെ ഈ പറയുന്ന ആക്ടിങ് പഠിച്ചിട്ടുണ്ടോ? ആക്ടിങ് ഞാൻ 2019 ജോലി വിട്ട് കഴിഞ്ഞ് ഞാനൊരു പാർട്ട് ടൈം ആക്ടിങ് സ്കൂളിൽ പോയി, ഐഡന്റിറ്റി സ്കൂൾ ഓഫ് ഡ്രാമ. നമുക്കിവിടെ ഫുൾ ടൈം ചെയ്യാൻ ഒത്തിരി പൈസ മുടക്ക്, പ്ലസ് നമ്മളത് ഫുൾ ടൈം ഇവിടെ ഒരു ഡ്രാമ സ്കൂളിൽ പോയാൽ നമുക്ക് വേറെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പാർട്ട് ടൈം പോയാൽ നമുക്ക് ജോലി ചെയ്യാം. എന്നുവെച്ചാൽ നമുക്ക് മോർഗേജ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, നമുക്ക് വി ഹാവ് ടു അതൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി, പ്രാരാബ്ദങ്ങൾ. അപ്പൊ അതിന് എന്തായാലും തീർച്ചയായിട്ടും ഒരു നല്ല ഒരു, അതായത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ജോലിയൊക്കെ വിട്ട് പ്രൊഫഷണൽ ആക്ടിങ്ങിലേക്ക് വരുന്ന ഒരാളെ കാണുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പടങ്ങളൊക്കെ ഓക്കെ വല്ലപ്പോഴും വരും, ഒരു 15 days ഇവിടെ ഷൂട്ട് ചെയ്യും, മലയാളം അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പൊ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ എല്ലാം വീക്ക് ഡേയ്സിൽ തന്നെയാണ് ഷൂട്ട് നടക്കുന്നത്. അവരുടെ ഒരു ഫുൾ ടൈം ബിസിനസ്. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ. അപ്പൊ നമുക്ക് ഒരു ജോലി വെച്ചിട്ട് സാറ്റർഡേ സൺഡേ മാത്രം ഇതിനായിട്ട് പോയി ചെയ്യുവാണെങ്കിൽ അത് നടക്കത്തില്ല. ലൈക്ക് നമ്മുടെ മീൻസ് നടക്കും, പക്ഷെ നമ്മുടെ നമുക്ക് റിയലി ഒരു എവിടെയെങ്കിലും എത്തണമെങ്കിൽ അത് നടക്കത്തില്ല. സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എനിക്കറിയാവുന്ന എന്റെ ഏറ്റവും ബെസ്റ്റ് 2 സുഹൃത്തുക്കളാണ്. ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട് ഇത്രയും നാളായിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ബേസിക്കലി സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ലൈഫാണ്. അത് അങ്ങനെ ശോഭനയും ചെയ്തിട്ടുണ്ടല്ലോ, യു ഡെഡിക്കേറ്റഡ് യുവർ ലൈഫ് ടു ദി ആർട്സ്.
Absolutely. അതൊരു ഒരു വലിയ സംഭവം തന്നെയാണ്. ബിഗ് തിങ്. അത് നമ്മളെ പിള്ളേരെയും എല്ലാം മാറ്റി നമ്മൾ വേണ്ടാന്ന് വെക്കുക. അതൊരു ഭയങ്കര നമ്മുടെ ജീവിതവും നമ്മുടെ ലൈഫ് പാർട്ട്ണറും നമ്മുടെ പിള്ളേരും ഇറ്റ്സ് ദി ആർട്സ്. അതെ. അപ്പൊ പണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്ന ഫാമിലി ഉണ്ടാവുമായിരുന്നില്ലായിരുന്നു. അയ്യോ അങ്ങനെ പറയാൻ എന്നിട്ട് അവര് കേൾക്കുന്നുണ്ട്. അപ്പൊ രഞ്ജി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജി ഇവിടെ UK യിലുള്ള ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആള് തന്നെയാണ്. കാരണം അങ്ങനെയല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എപ്പോഴും ഈ പറയുന്ന ഇതിനകത്ത് ഇത്രയും നാളായിട്ടും ഈ ഫീൽഡ് വിടുന്നില്ല എന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്തു, 2 സിനിമ ചെയ്തു, 3ാമത്തെ സിനിമ ചെയ്യുന്നു, യു സ്റ്റിൽ കണ്ടിന്യൂസ്ലി സിനിമയിലാണ്. അപ്പൊ എന്താണ് ഈ രഞ്ജിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രഞ്ജി എന്തിനാണ് ഈ സിനിമകളൊക്കെ ചെയ്യുന്നത്? അത് സിനിമ എന്ന് പറഞ്ഞ നമുക്കൊരു കഥ പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. കുറെ കൂടി ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറെ ആൾക്കാരിൽ എത്താൻ പറ്റുന്ന ഒരു കലാരൂപമാണ്. ഇപ്പോൾ നാടകം അങ്ങനെ ഒരു സംഭവമാണ് നാടകം ഉണ്ടായിരുന്നു. അപ്പം നാടകത്തിനേക്കാളും കുറെ കൂടി നല്ലതാണ് സിനിമ. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ ചെയ്ത് തീർക്കാൻ പറ്റും, കട്ട് പറയാൻ പറ്റും, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ബേസിക്കലി സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം എല്ലാവരും പോലെ എനിക്കുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ UK വന്ന സമയത്ത് നമ്മളെ ഡിജിറ്റൽ ചേഞ്ച് വന്നല്ലോ. എന്താണ്, ഫോട്ടോ എടുക്കുന്ന ക്യാമറ വെച്ച് ആൾക്കാർ സിനിമ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ കുറേ സിനിമ ഷോർട്ട് ഫിലിമുകൾ യൂട്യൂബിൽ തന്നെ പ്രളയമായി. അപ്പോൾ ആ സമയത്ത് പ്രളയമായില്ല, തുടങ്ങി വരുന്നു. ആ സമയത്തോടെ നമുക്ക് ഇതിലൂടെ ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ ഫിലിം ക്യാമറ അല്ലാതെ ഡിജിറ്റൽ ക്യാമറയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. VK പ്രകാശൊക്കെ പുള്ളി മെയിൻ സ്ട്രീം സിനിമ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട്. ചാപ്പാക്കുരിശ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാമറ, അതെ, നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് ഒരു ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ക്യാമറ മേടിക്കുക പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഒരു വലിയൊരു സംഭവമായിരുന്നു. ക്യാമറ മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെവലായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് UK വെച്ചിട്ട് ഒരു സിനിമ ഞാൻ കണ്ടു, ഓർമ്മകൾ സലിം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇക്കാടെ പടമാണ്. അപ്പൊ കൊള്ളാലോ ഇങ്ങനെ ഒരു പടം. അപ്പൊ അന്നൊക്കെ ആ സമയത്ത് നല്ലൊരു സിനിമയായിരുന്നു, കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2009 അന്ന് നമ്മൾ ഈ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് യൂട്യൂബിൽ അധികം ആൾക്കാരില്ല. ബേസിൽ ജോസഫ് ഒക്കെ ഷോർട്ട് മൂവി ചെയ്ത് ഷോർട്ട് മൂവി വരുന്ന സമയമാണ്. അപ്പൊ അന്ന് നമ്മൾ നോക്കിയപ്പോൾ അന്ന് അതിന് മാത്രമല്ല ഈസി ആയിട്ട്, അന്ന് ഈസി എന്നല്ല, അന്ന് നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള, കാരണം ആൾക്കാർ കൂടുതൽ കാണും. കാരണം ആൾക്കാർക്ക് വേറെ ഒത്തിരി എന്ന വലിയ അലന്ന് ഇഷ്ടം പോലെ സാധനങ്ങളായിട്ട് കിടക്കില്ല. നമ്മൾ 1 മണിക്കൂറുള്ള ഒരു സാധനം അന്ന് ചെയ്തിട്ട് പോലും അന്ന് ആൾക്കാർ നല്ല രീതിയിൽ അത് റീച്ച് ചെയ്തു. അപ്പോൾ ഇപ്പൊ എന്റെ കൂടെ എല്ലാ ആൾക്കാരൊക്കെ ഇവിടെ UK ഒരു ഷോർട്ട് ഫിലിം അല്ല, ഫിലിം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം അല്ല, എന്നാൽ ഫീച്ചറും അല്ല, അതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം ഒരുപാട് ആൾക്കാർ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്യായിരുന്നു ഓരോ ആൾക്കാരെ, അൽഫോൺസ് പുത്രൻ, അവരൊക്കെ ഇങ്ങനെ മാറി വരുന്ന കാണാം. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ അത് ചെയ്യുക എന്നുള്ളത് സംഭവം. അത് ചെയ്ത് തീർക്കുക, സമയം എടുക്കുമായിരിക്കും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി. പിന്നിലുള്ള ഡെഡിക്കേഷൻ ആണ്. ഞാൻ എപ്പോഴും നിങ്ങൾ സിനിമയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്റെ പിന്നിൽ 1 മാസം 2 മാസം ഇതിന്റെ പുറകിൽ നടക്കാം, ഇത്രയും സമയം. ഞാനൊക്കെ 2000 ഞാൻ ഈ ഗവൺമെന്റ് സെല്ലിന് അത്യാവശ്യം ഹിറ്റ് ആയതിനു ശേഷം പിന്നെ ഒന്നും അധികം ചെയ്തിട്ടില്ല, പിന്നെ ഒരു ഷോർട്ട് ചെയ്തിരുന്നു. അപ്പം എന്ന് വെച്ചാൽ അതിനുശേഷം പിന്നീട് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാത്തതിന്റെ ഈ സമയം നമുക്കുള്ള സമയക്കുറവും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാറ്റ്സ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. കാരണം ഞാനൊക്കെ ഇപ്പൊ നിങ്ങളെ എന്നിൽ നിന്ന് പണ്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യണം എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്. രഞ്ജി ഭയങ്കരമായിട്ട് പഠിക്കും. ഞാൻ എപ്പോഴും കണ്ടിട്ടില്ല, രഞ്ജി പുസ്തകം വെച്ചും വായിച്ചും നെറ്റിൽ നിന്ന് വായിച്ചിരുന്ന് രഞ്ജി സ്ക്രാച്ചിൽ നിന്ന് പഠിച്ചാണ് രഞ്ജി എപ്പോഴും സിനിമ ചെയ്തിട്ടുള്ളത്. എനിക്ക് നമ്മുടെ എല്ലാവരും ജേണി ഏകദേശം അതുപോലെയാണ്. യൂട്യൂബിൽ എത്രയോ വീഡിയോസ് ക്യാമറയെ കുറിച്ച് പഠിക്കുന്നു, എഡിറ്റിംഗ് പഠിക്കുന്നു. ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. നമുക്ക് പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും. നമ്മൾ എന്തെങ്കിലും പഠിച്ച് റെഡിയായി നിൽക്കുമ്പോഴായിരിക്കും പുതിയൊരു ഫീച്ചർ വരുന്നത്. അപ്പോൾ അതിലോട്ട് ചാടാനുള്ള ടെൻഡൻസി കൂടും. പിന്നെ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നിക്കലി കുറെയൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ടതൊക്കെ പഠിച്ചു. ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കുറെ കൂടി നല്ലൊരു പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ 100% ചെയ്യാൻ പറ്റും. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ യൂട്യൂബ് ഈ ചാനൽ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റിവ്യൂ ഇംപ്രൂവ്. നമ്മൾ കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അല്ലേ. അവരെ നന്നായി ചെയ്തു, ഇവര് നല്ലത് ചെയ്തു, അതിൽ കാര്യമില്ല. നമ്മളെന്ത് കഴിഞ്ഞ ഞാൻ ചെയ്തതിനേക്കാളും നല്ല പ്രൊഡക്റ്റ് ആവുക. അതേ ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഞാൻ എപ്പോഴും നോക്കുന്നത് ഇമ്പ്രൂവ് ആവുന്നുണ്ടോന്നാണ്. ലാസ്റ്റ് ചെയ്ത പടത്തിനേക്കാൾ ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, സിനിമ ഇഷ്ടപ്പെടുമോ, അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം കൂടുതലോ അതല്ല. അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടം
ഒരു ടൈപ്പ് പടമാണ്. ഒരു നിയോ നോയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള സാധനമാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് പടത്തിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജക്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് ഒരു നിഷായിട്ട് ചെറിയൊരു ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടപ്പെടാൻ. മാത്രമല്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അതെ അതെ, നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുമ്പോൾ വേറെ പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത് ഏത് ഘട്ടം സോറി. അപ്പൊ അങ്ങനെ ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒരുപാട് വരും. അപ്പൊ ഇത് ഇരുന്ന് കാണുവാണെങ്കിൽ ഒരു പേസ് ആണ് തന്നെ, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു പേസ് ഉണ്ട്. ആ പേസിൽ തന്നെ ഇരുന്ന് കാണുവാണെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലായി. ഞാൻ ഒരുപാട് സ്പൂൺ ഫീഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും മൂന്നാം ഘട്ടത്തിനെ കുറിച്ച് ലാസ്റ്റ് ചെയ്ത സിനിമയെ കുറിച്ച് നമുക്ക് എന്തായാലും അതിനെ കുറിച്ച് സംസാരിക്കണം. അപ്പം സിജോ സത്യം പറഞ്ഞ ഞാൻ നല്ല ഒരു ആക്ടറായിട്ട് രണ്ടുപേരും കേട്ടോ, സീരിയസ്ലി രണ്ടുപേരും ഇല്ല, രഞ്ജിയുടെ പേര് പറയുന്നത് ഡയറക്ടറായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഇപ്പൊ സിജോ തന്നെ ഇപ്പം ഈ സിനിമകളിൽ പോലും ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇനിയും തീർച്ചയായിട്ടും അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടി ഇനി ഇറങ്ങാനുള്ള സിനിമകളുണ്ട്. അതോടൊപ്പം തന്നെ ഇനി അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ആക്ടിങ്ങിലോട്ട് UK വന്നിട്ട് ഒരു ആക്ടർ ആവണം എന്ന് അങ്ങനെയാണോ തീരുമാനിച്ചത്, അതോ അതിന് മുമ്പേ ആഗ്രഹം ഉണ്ടായിരുന്നു? UK വന്നിട്ട് തീരുമാനിച്ച ഒരു കാര്യമല്ലേ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അക്കാഡമിക്സിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് താല്പര്യം സിനിമയായിരുന്നു ആ സമയത്ത്. അപ്പൊ നമ്മള് സ്കൂളിൽ നമ്മൾ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വഴിയിൽ നിന്നൊരു മറ്റേ നാനോ മേടിക്കും, സിനിമാക്കൾ മേടിക്കും, ഇതെല്ലാം ബാഗിനകത്ത് കയറ്റി വെക്കും, ബുക്കിന്റെ ഇടയ്ക്ക് കയറ്റി വെക്കും. വീട്ടിൽ വന്നു കഴിഞ്ഞ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ ഫുള്ള് ഈ ഇരിക്കുന്ന സിനിമാമംഗളം, വെള്ളി നക്ഷത്രം, നാന, അങ്ങനത്തെ മാസികകളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് പോലെ സിനിമ താല്പര്യമായിരുന്നു. സിനിമ ഒരുപാട് കാണുമായിരുന്നു സ്കൂളിൽ പഠിക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോളേജ് ചെന്നപ്പോഴാണ് കുറച്ചുകൂടെ സിനിമയുടെ എക്സ്പോഷർ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ കഥകൾ എഴുതുക, തിരക്കഥ എഴുതുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കോളേജ് ടൈമിൽ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നഴ്സിംഗാണ് പഠിച്ചത്, മംഗലാപുരത്ത് നഴ്സിംഗ് പഠിച്ചത്. നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഓക്കെ ഇനിയും വേറെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യാം, നഴ്സായിട്ട് ജോലി ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ ഇനിയും നമുക്ക് ഫിലിം സ്കൂളിൽ പോയിട്ട് സിനിമ പഠിക്കാം, അങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അങ്ങനെ അത് വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അഡ്മിഷൻ പരിപാടികളൊക്കെ എടുത്തു. വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ച് വർഷങ്ങളായിരുന്നു. അങ്ങനെയാണ് നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതെ അതെ, അതുപോലെ ആഗ്രഹം. അന്ന് നമുക്ക് പറ്റാതെ വരുന്ന കാര്യങ്ങൾ ഇനി UK വന്നിട്ട് ഒന്നും നടക്കത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞപ്പം ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ പോയി. അത് രാമാനുജം എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയവാടി എന്ന് പറഞ്ഞൊരു തമിഴ് നടൻ അഭിനയിച്ച ഒരു സിനിമയാണ്, ജെമിനി ഗണേഷിന്റെ ചെറുമകൻ. അപ്പൊ അത് ആ സെറ്റിൽ ചെന്നത് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ സണ്ണി ജോസഫ് കേട്ടിട്ടുണ്ടോ? ഒരു കുറെ മലയാള സിനിമകൾ ചെയ്തിട്ടുള്ളത്, അടൂർ ബാലകൃഷ്ണന്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫർ. പുള്ളി രേവതി കലാമന്ദിറിന്റെ ഡയറക്ടറൊക്കെ. അപ്പൊ പുള്ളിയോടുള്ള പരിചയം വെച്ചാണ് ഈ സെറ്റ് ഞാൻ പോയത്. അപ്പൊ അന്നും എനിക്ക് മനസ്സിലായി, അത് 2012 or 13 എന്നാണ്. അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി ഇവിടെയും സിനിമയുണ്ട്, സിനിമ അവസാനിച്ചിട്ടില്ല, നമുക്ക് ഇനിയും പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ വന്നു. പക്ഷെ അതിന് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുകയാണ് ഡ്രാമ ഉള്ളത്. അങ്ങനെ ഡ്രാമയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ രഞ്ജിനെ പരിചയപ്പെടുന്നത്. ഞാൻ സൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈവ് സൗണ്ട് റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് സൗണ്ട് റെക്കോർഡിങ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സ്വപ്നമായിരുന്നു ചെയ്തതിന് ശേഷമാണ്. എനിക്ക് സ്വപ്ന റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ സ്വപ്നത്തിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന അരുൺ രാമവർമ്മയാണ്. പുള്ളി ഇംഗ്ലീഷ് ദൃശ്യം ഇതിന്റെയൊക്കെ ഡിസൈനറാണ്. അത്യാവശ്യം നല്ല വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തു. ആക്ച്വലി ആളില്ലാത്തതുകൊണ്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹാസുബേ സാർ എന്നെ വിളിച്ച് ഇങ്ങനെ വരാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലെ നമുക്ക് ജോലിയൊന്നും പെട്ടെന്ന് നിർത്തി നേരെ ഒരു 2 ആഴ്ച സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എനിക്കൊന്ന് 1-2 ദിവസം ലീവ് എടുത്തു. എന്നിട്ട് അവിടെ ഒരു എഡിനെ ഞാൻ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ജസ്റ്റ് സൗണ്ട് എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ മറ്റേ ബൂം മൈക്കിൽ സൗണ്ട് എടുക്കാം. എന്റെ കയ്യിൽ അവർ പക്ഷെ പ്രോംപ്റ്റ് ചെയ്യും. അപ്പോൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ അവർ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗണ്ട് നമ്മൾ എടുത്തു കൊടുക്കുക. അപ്പം സാധാരണ അവർ ചെയ്യുന്ന ലേപ്പൽ മൈക്കൊക്കെ ചെയ്യാം. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. എനിക്ക് ഈ ലേപ്പൽ മൈക്കിനോട് ഒരു താല്പര്യ കുറവുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. അപ്പോൾ സിനിമ ഹോളിവുഡ് ആയാലും നോക്കി കഴിഞ്ഞാൽ ലേപ്പൽ ഒന്നും ഉപയോഗിക്കാറില്ല. ഇല്ല, ബൂമാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലേപ്പലിന്റെ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ബൂമിനെക്കാളും. കുറെ കൂടി എന്താ ഡെപ്ത് വ്യത്യാസമുണ്ട് ഈ ഡൈനാമിക് റേഞ്ച് ഒക്കെ. അപ്പം
ഞാൻ എടുത്തു കൊടുത്തു. അപ്പൊ സിജോനെ കണ്ടു. അതിൽ കുറെ ആൾക്കാരിൽ ഒരാളായിരുന്നു സിജോ. വലിയ പരിചയമൊന്നുണ്ട്. അന്ന് പരിചയപ്പെടുന്ന സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പൊ സിജോ ഇങ്ങനെ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ സിനിമയുടെ ഭയങ്കര സിനിമ ഇഷ്ടമുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ സിനിമയോട് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരാളൊക്കെ. അല്ല സീരിയസ് ആയിട്ട് ഞാൻ തന്നെ രഞ്ജിനെ എപ്പോഴും കാണുന്നത് എന്ന് വെച്ചാൽ ഫേസ്ബുക്കിലാണ്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റും ഓരോ കാര്യങ്ങളും എന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ പ്രൊജക്റ്റ് നമ്മൾ കാണുന്നുണ്ട്, ഒരു സന്തോഷമുണ്ട് എന്ന് പറയുന്നവരാണ്. ഇപ്പൊ ഈ പുള്ളിനെ നമ്മളെല്ലാവരും ഇവിടെ മീറ്റ് ചെയ്തത് വിറ്റുവിനെ എനിക്കറിയാം. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഐഡിയ ഉണ്ട് ആരാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അറിയണം. കാരണം ഈ കലാപരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ പൊതുവെ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ശരിക്കും ഡ്രാമയുടെ സെറ്റ് പോകുന്നത് ലാലേട്ടനെയും രഞ്ജിയേട്ടനെ കാണാനാണ്. രഞ്ജിയേട്ടൻ എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ട് വളർന്ന സിനിമകൾ എന്ന് പറയുന്ന രഞ്ജിയേട്ടൻ സിനിമകളാണ്. അപ്പൊ അങ്ങനെ രഞ്ജിയേട്ടനെ കാണാനും ലാലേട്ടനെ കാണാനുമാണ് അവിടെ പോകുന്നത്. പിന്നെ അവിടെ സെറ്റിന്റെ ഒരു ഭാഗമായി മാറി. അതെ, അത് കഴിഞ്ഞിട്ടാണ് രഞ്ജിയെ പരിചയപ്പെടുന്നതും. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് 3-ാം ഘട്ടത്തിലേക്ക് വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങള് പല പ്രാവശ്യം കാണുമായിരുന്നു. ഞങ്ങള് ചെറിയ ചെറിയ റോളുകൾ ചെയ്യാൻ വേണ്ടി ഓരോ സിനിമകൾ പോയിട്ടുണ്ട്. ഞങ്ങള് കാപ്പാന്റെ സൂര്യ ലാലേട്ടൻ സിനിമ കാപ്പാനകത്ത് ഞങ്ങള് ചെറിയൊരു സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ജഗമേ തന്തിരം ധനുഷിന്റെ സിനിമ, ലണ്ടനിൽ വരുന്ന സിനിമകളിലൊക്കെ ഏത് സിനിമ വന്നാലും നമ്മൾ പോയായിരുന്നു. ആ സമയത്ത് കുറെ കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. ജഗമേ തന്തിരത്തിന്റെ സമയത്ത് നമ്മുടെ എന്റെ ഡയറക്ടർ കാർത്തിക് സുബ്രാജ് സാറ് വന്നിട്ട് നമ്മൾ സംസാരിച്ചു. ഞാൻ ഇങ്ങനെ 819 മൈൽസ് എന്ന് പടം ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു. ഇന്ന് സൗണ്ട് മിക്സിങ് നടന്നുകൊണ്ടിരിക്കുക. സൗണ്ട് മിക്സ് ചെയ്ത് ഞാനാണ്. അപ്പൊ നമ്മൾ പോയി, ഞാനും കുര്യാക്കോസ് നമ്മുടെ കൂട്ടുകാരൻ കുറി വില്ലനായിട്ട് അഭിനയിച്ച, അപ്പൊ ഞാനും കുറിയും ആണ് പോകുന്നത്. അപ്പൊ സിജോനെ അവിടെ കണ്ടു. അപ്പൊ നമ്മള് പിന്നെയും അതിനിടയ്ക്ക് സൂര്യയുടെ പടം ഉണ്ടായിരുന്നു. അതിനകത്ത് കുറെ ഓട്ടോ ചാട്ടൊക്കെ ആയിരുന്നു, പാസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഈ സംഭവം വന്ന സമയത്ത് ഞാനും എന്നെയും കുറിയനെയും ജസ്റ്റ് റോഡിൽ നടത്തിക്കുന്ന പരിപാടിയാണ്. അപ്പൊ പിറകില് ധനുഷ് നടന്നു വരും എപ്പോഴും. അപ്പൊ അതിനിടയ്ക്ക് ഒരു പാസിംഗ് ആയിട്ട് നമ്മള് ബ്ലറായിട്ടേ. അപ്പൊ ഞാനിങ്ങനെ നിൽക്കണം, സന്തോഷമാണ്. കാരണം എന്തെങ്കിലും ഒരു സിനിമയുടെ ഒരു പാട്ടായാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതും ധനുഷ് പോലെയുള്ള ആളുകൾക്ക് അവരുടെ പടത്തിലൊക്കെ അഭിനയിക്കാൻ. കാർത്തിക് സുബ്രാജ് പുള്ളിയുടെ ഷോർട്ട് ഫിലിം ഒക്കെ അന്ന് നമ്മളെ സലീം കാണുന്ന സമയം തൊട്ട് കാണുന്നുണ്ടല്ലോ പുള്ളിയുടെ ഷോർട്ട് ഫിലിം. അപ്പൊ പുള്ളി ഇങ്ങനെ വന്ന് ഇത്ര വലിയ ആളായി, വലിയ സിനിമയൊക്കെ എടുത്തു. അപ്പൊ ഞാനും കുറി ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പുറത്ത് വെക്കും. അപ്പൊ ഈ ധനുഷ് ഒരു കടയിൽ കയറിയിട്ട് എന്തോ സാധനം മേടിക്കും. അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഷോട്ടിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്നത് കാണും. അപ്പൊ നമ്മളതിന് റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ പുള്ളി ഇങ്ങനെ കാണിച്ചു പറഞ്ഞു, അവർ രണ്ടുപേരും മാറ്റി. അപ്പൊ പുള്ളി വിളിച്ചു പറഞ്ഞു അവര്. അപ്പൊ റേഡിയോ നിങ്ങൾ മാറിക്കോ. പുള്ളി ഉദ്ദേശിച്ചത് എനിക്കും കുറിക്കും ഒരു നല്ല റോള് തരാൻ വേണ്ടിട്ടാണ്. ചെറിയ കുറച്ചൊരു ഡയലോഗ് എന്തെങ്കിലുമൊക്കെയുള്ള ചെറിയ റോള് തരാൻ വേണ്ടിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. സിജോന് ഒരു ധനുഷിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തു എന്ന് പറയാം. ധനുഷുള്ള ഒരു സീനിലാണ്. കുറിക്ക് നല്ലൊരു റോൾ തന്നെ കിട്ടി. ധനുഷ് പിടിച്ച് വലിച്ചെടുക്കുന്ന സീനൊക്കെ കൂടുതലുണ്ട്. ശരി, അതിന് ഇറങ്ങി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ആക്ച്വലി അതിന്റെ അറിഞ്ഞിരിക്കണം. നമ്മള് ഏതൊക്കെ പടങ്ങൾ ഇവിടെ വരുന്നു, മാത്രമല്ല അതിന്റെ പുറകിൽ നമ്മൾ നടക്കുകയും വേണം. നമ്മൾ ബാക്കി ഇതൊന്നും ചിന്തിച്ചിട്ട് അവിടെ ഈഗോയും മറ്റു കാര്യങ്ങളും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഒരു സന്തോഷമാണ് അതിന്റെ, നിങ്ങളുടെ പാട്ടാണ് സന്തോഷം. പക്ഷെ എനിക്ക് 819 മൈൽസിന്റെ മിക്സിംഗ് ഉണ്ടായതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പിന്നെ അറിഞ്ഞു കുറുക്കി നല്ല റോൾ കിട്ടിയിട്ടുണ്ട്. സിനിമയിൽ വന്നത് കട്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം സെറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ തന്നെ ഉണ്ടാവും. അതാണ് നേരത്തെ പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ ഡോപ്പമൈൻ സാധനമാണ്. അത് കഴിഞ്ഞാണ് പിന്നെ 3-ാം ഘട്ടം വർക്കൗട്ട് ആവുന്നതും. അതിന്റെ ഇടയിൽ 1-2 സിനിമകൾ വേറെ ചെയ്തു. തമിഴില് മിഷൻ ചാപ്റ്റർ ഉണ്ട്, AL വിജയുടെ പടം. ഇവിടെ വെച്ച് ഇങ്ങനെ നല്ല രീതിയിൽ മേക്ക് ചെയ്യുമ്പോൾ ഇനി ഇറങ്ങാനൊരു പടം ഉണ്ട്, നമ്മുടെ ലാലേട്ടൻ ജീത്തു ജോസഫിന്റെ റാം. അതിനകത്ത് ഏജന്റ് ആയിട്ട് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇനി എനിക്ക് നിങ്ങൾക്ക് ഒരിക്കലും സിനിമ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരു പടം വരുന്നുണ്ട്, ബിഗ് ബെൻ എന്ന് പറഞ്ഞ് അനുമോഹനം രവിയൊക്കെ. നമ്മുടെ വിനോദ് ജോസ്. ഞാൻ എപ്പോഴും ഞാനും വിനോദ് ജോസ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു സാധനം ചെയ്യുമ്പോൾ വിനോദ് ജോസ് ഇപ്പത്ത് വേറെ ചെയ്യാറുണ്ട്. സെലക്ട് ചെയ്ത് ആ സമയത്ത് തന്നെ വേറൊരു അടുത്തൊരു മൂവി, ഈ പറയുന്ന ഒരു മൂവി ചെയ്തിരുന്നു. നല്ല പ്രതീക്ഷയാണ്. അവരുടെ സിനിമ കാണുമ്പോൾ
നിങ്ങൾക്ക് സിനിമ ചെയ്യുന്നത് കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആൻ ഇൻസ്പിറേഷൻ, ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. ബിനോയ് ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് വർഷം ഇതിന്റെ പുറകെ നടന്നിട്ടാണ് അവസാനം വിദേശ ഞങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കഥകളൊക്കെ. ജൂണിൽ ഇപ്പൊ ഇറങ്ങും. Right. സോ എക്സൈറ്റഡ്. അതിനകത്ത് എനിക്കൊരു ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് അല്ലേ? അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് വീണ്ടും ഇന്റർവ്യൂ ചെയ്യാം. അറിയോ? സിനിമകളായി കഴിഞ്ഞപ്പോൾ നമ്മള് സിനിമകൾ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇനി നമുക്ക് സിനിമ മാത്രം മതി എന്നൊരു ഒരു വരും. തീർച്ചയായും. ഇപ്പൊ ഫുൾ ടൈം ജോലിയൊക്കെ നിർത്തി. ആണല്ലേ? അതെ. പാട്ട് സിനിമ തന്നെയാണ്. സിനിമ തന്നെയാണ്. Absolutely. അപ്പൊ രഞ്ജി അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ? രഞ്ജി ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ടോ രഞ്ജി? ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, എങ്ങനെയൊക്കെ സംഭവിച്ചു പോകണം. അതെ. അല്ല എനിക്ക് ഇതിലും ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സാധനമൊക്കെ തുടങ്ങി തന്നെ നമ്മൾ ഈ ഒരു ക്യാമറ, ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ മുമ്പിൽ ക്യാമറയിൽ എന്ത് മുമ്പിൽ നടക്കുന്നത് ഇതൊരു അഡിക്ഷൻ തന്നെയാണ്. Seriously. ആൽക്കഹോളിസം, ചോക്കഹോളിസം എന്ന് പറയുന്നത് സിനിമ ഹോളിസം എന്ന് ഇതൊരു ബഗ്ഗാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്, ഈ ഒരു ഹൈപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കര ഹൈപ്പിൽ എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് വീഴുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റില്ല. എക്സാക്ട്ലി, അതാണ് എന്റെ പോയിന്റ്. മാനേജ്മെന്റ് ആണ് എന്റെ കാര്യം. അപ്പൊ എനിവേ എന്തായാലും നമുക്ക് ഇനിയും മൂന്നാം ഘട്ടത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട്, സിനിമയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു, നമ്മളെ വിളിച്ചതിന്, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് താങ്ക് യു. ദിവസമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കായിരുന്നു. എന്തായാലും ഫൈനലി നമുക്ക് നടന്നു. താങ്ക് യു സോ മച്ച്.